ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പാതയിലാണ്. മികച്ച മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ അതിവേഗം കുതിക്കുകയാണ് രാജ്യം. ഈ യാത്രയിൽ ഭരണഘടനയുടെ മൂല്യങ്ങളാണ് രാജ്യത്തിന്റെ മുന്നേറ്റങ്ങളുടെ അടിത്തറ. രാജ്യം ഭരണഘടനയുടെ 75 വർഷം ആഘോഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയിലേക്ക്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇന്ത്യയെ ജനാധിപത്യത്തിന്റെ മാതാവെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. നിരവധി നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന് ശേഷം രാജ്യം ഒരു പുതിയ തുടക്കത്തിനായി തയ്യാറായപ്പോൾ നമ്മുടെ ഭരണഘടന രാജ്യത്തിന് വഴികാട്ടിയാവുകയായിരുന്നു. ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ അധ്യക്ഷതയിൽ രാജ്യം അതിന്റെ ഭരണഘടന തയ്യാറാക്കിയത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാവർക്കും തുല്യതയും അവസരവും ഉറപ്പാക്കുന്നതിനുമുള്ള അടിസ്ഥാനമായി ഇന്ത്യൻ ഭരണഘടന മാറി. നമ്മൾ എവിടെ ജനിച്ചാലും നമുക്ക് തുല്യ അവസരങ്ങളും അവകാശങ്ങളും ലഭിക്കും. നമുക്ക് അവകാശങ്ങളുണ്ട്, നമുക്ക് കടമകളുണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ 75 വർഷം മുൻപ് ആ സ്വപ്നം കണ്ടു. രാജ്യത്തെ ഓരോ പൗരനും തുല്യരാണെന്ന് നാം തീരുമാനിച്ചു. കഴിഞ്ഞ 75 വർഷമായി വ്യക്തിയുടെ ആത്മാഭിമാനവും രാജ്യത്തിന്റെ ഐക്യവും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നു. ഇന്നും നമുക്ക് ഏറ്റവും മഹത്തരവും വിശുദ്ധവുമായ ഗ്രന്ഥമായി അത് തുടരുന്നു. അനുച്ഛേദങ്ങളുടെ സമാഹാരം എന്നതിലുപരി നമ്മുടെ ഭരണഘടന ആയിരക്കണക്കിന് വർഷത്തെ നാഗരികതയുടെയും പാരമ്പര്യത്തിന്റെയും ആധുനിക ആവിഷ്കാരം കൂടിയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി അത് മാറി. കൂടാതെ മികച്ച മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ അതിവേഗം കുതിക്കുകയാണ് രാജ്യം. ഭരണഘടനയുടെ മൂല്യങ്ങളാണ് ഈ മുന്നേറ്റത്തിന്റെ അടിത്തറ. കഴിഞ്ഞ 10 വർഷമായി എടുത്ത തീരുമാനങ്ങളുടെയും നയങ്ങളുടെയും സ്വീകരിച്ച ഓരോ നടപടികളുടെയും കാതലായി ഭരണഘടനയുടെ ആത്മാവ് നിലനിൽക്കുന്നു. हमारे संविधान के प्रेम्बल की शुरुआत में जो वी द पीपल लिखा, ये सिर्फ 3 शब्द नहीं. वी द पीपल एक आह्वान है, एक प्रतिज्ञा है, एक विश्वास है. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പ്രയത്നം എന്നതാണ് പുതിയ ഇന്ത്യയുടെ മന്ത്രം. ഭരണഘടനയുടെ ആത്മാവിന്റെ ഏറ്റവും ശക്തമായ പ്രകടനമാണിത്. ഭരണഘടനയുടെ തുല്യത തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഇന്ന് ഗുണഭോക്താക്കളിൽ എത്തുന്നു. അന്ത്യോദയയുടെ ലക്ഷ്യത്തോടെ എല്ലാ പദ്ധതിയിലും പിന്നാക്ക വിഭാഗങ്ങൾക്കും പിന്നാക്ക പ്രദേശങ്ങൾക്കും മുൻഗണന നൽകുന്നു. സംരംഭകരാകാനും ക്യാപ്റ്റനായി ഉയരങ്ങളിലേക്ക് പറക്കാനും രാജ്യം സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു. രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകളിലൂടെ ഇന്ന് ചരക്കുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി മികച്ച ഇന്റർനെറ്റ് സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഈ വിരിയുന്ന ഓരോ പുഞ്ചിരിയും ഭരണഘടനയോടുള്ള രാജ്യത്തിന്റെ സമർപ്പണത്തിന്റെ സാക്ഷ്യമാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഭാരതത്തിന്റെ. നെഞ്ചിൽ വിസ്മയം തീർക്കുന്ന സൗന്ദര്യം പുതിയ ഇന്ത്യയുടേതാണ്. വിവിധ ചിന്തകളുടെ എല്ലാ പ്രവാഹങ്ങളും ഒരു സമുദ്രത്തിൽ സംഗമിക്കുന്നിടത്ത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തോടെ ഇന്ത്യക്ക് ഒരൊറ്റ ഭരണഘടനയുണ്ട്. അത് കാണിക്കുന്ന ദിശ പിന്തുടർന്ന് നമ്മളൊരു വികസിത ഇന്ത്യ സൃഷ്ടിക്കും.